നിങ്ങൾ അറിഞ്ഞോ തങ്കച്ചന് പെണ്ണ് 3. ഇനി തങ്കച്ചൻ ആരാണെന്നല്ലേ? തങ്കച്ചൻ മറ്റാരുമല്ല, അത് ഞങ്ങളുടെ സ്വന്തം പപ്പ. തങ്കച്ചൻ്റെ ഭാര്യ അമ്മണി, അതെ ഞങ്ങളുടെ മമ്മി. ഈ ദമ്പതികൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു, ഒരു പെൺകുഞ്ഞ്. സുന്ദരിയായ ഈ പെൺകുട്ടിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ചുരുണ്ട മുടിയുമൊക്കെ ആയിട്ട് നല്ലൊരു സുന്ദരി പെൺകുട്ടി. ഈ പെൺകുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. മാറി മാറി എടുത്തുകൊണ്ട് കൊഞ്ചിച്ചു നടന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അതും പെൺകുഞ്ഞ്. 1 അല്ല 2 എൻ്റെ മമ്മിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാള നിറച്ച് കിടക്കുന്ന 2 പെൺകുഞ്ഞുങ്ങൾ. ഇവരെ കണ്ടപ്പോൾ കാണുന്നവരെല്ലാം പറയാൻ തുടങ്ങി, നിങ്ങളറിഞ്ഞോ തങ്കച്ചന് പെണ്ണ് 3. ഇതൊരു പഴഞ്ചൊല്ലായി ഞങ്ങളുടെ ജീവിതത്തിൽ, ഇതൊരു നിന്നാവാക്യമായി ഞങ്ങളുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. 1 അല്ല 2 അല്ല, ഞങ്ങൾ 12ാം ക്ലാസ് പഠിക്കുന്നവരെ ഈ നിന്നാവാക്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്നല്ലേ? സംഭവിച്ചത് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അഭിഷേകം മുഖത്തെ തകർക്കും എന്നതുപോലെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുവാൻ തുടങ്ങി. എന്നാൽ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരപ്പച്ചൻ ഞങ്ങളുടെ മമ്മിയോട് പറഞ്ഞു, അമ്മണി ഇത് പൊന്ന, നീ നിങ്ങളെ വളർത്തിയെടുക്കുക. സകല നിന്ദകളും സഹിച്ച് ഞങ്ങളുടെ പപ്പായും മമ്മിയും ഞങ്ങളെ വളർത്തിയെടുത്തു. ഞങ്ങളുടെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായി. എന്നാൽ പപ്പ മരിക്കുന്നതിന് മുമ്പേ പപ്പ കാത് നിറച്ചു കേട്ടു, തങ്കച്ചന് പെണ്ണായാലെന്താ, അവൻ ഭാഗ്യം ചെയ്തവനല്ലേ. ഇപ്പോൾ എൻ്റെ മമ്മിയും അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഏതോ കയ്യബദ്ധം സംഭവിച്ച പോലെയാണ് പെണ്ണെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് ചിന്തകളിലേക്ക് ഓടി വരുന്നത്. എന്നാൽ ദൈവം അന്ത്യകാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അമൂല്യ സമ്പത്താണ് സ്ത്രീകൾ എന്നുള്ളത് ലോകം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ പാസ്റ്റർ ഫിന്നി ആസാദി ചാനലിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഞങ്ങളിന്ന് പറയുന്നത്. സ്ഥലം മുംബൈ, റൂട്ട് പനവേൽ. അതിലെ ഓടുന്ന ഒരു ലോക്കൽ ട്രെയിനിൽ കയറി നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി സധൈര്യം യേശുവിനെ പരിചയപ്പെടുത്തുന്നു. ഇനി ആ റൂട്ടിനെ കുറിച്ച് പറഞ്ഞാൽ, മുംബൈയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി, നമ്മളെ തള്ളി കയറ്റി ട്രെയിനിൽ നമ്മളെ കൊണ്ടെത്തിക്കും. ഇനിയും അതിൻ്റെ ഉള്ളിൽ കയറിയാലോ, സൂചി ഇടാൻ സ്ഥലമില്ലാതെ വണ്ണം തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടം, തുറന്നു കിടക്കുന്ന സ്ഥലം, ട്രെയിനിൻ്റെ ശബ്ദം, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവളുടെ ശബ്ദമുയർത്തി യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് ഇച്ചിരി ഒന്നൊന്നര പണി തന്നെയാണ്. ഒരു ഈസ്റ്റർ ദിനത്തിലാണെന്ന് തോന്നുന്നു അവൾ വിളിച്ചു പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചാണ്. അതേ കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നു വന്നു. ഇന്നേ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപങ്ങളെ വഹിച്ചു, ശാപങ്ങളെ വഹിച്ചു, നമ്മുടെ ലജ്ജയെ ഏറ്റെടുത്ത് നമുക്ക് വിടുതൽ കൽപ്പിച്ചു എന്നുള്ള സദ്വർത്തമാനമാണ് അവൾ ജനത്തോട് വിളിച്ചു പറയുന്നത്. ഒരു വിഷയം കാണുമ്പോൾ, ഒരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ വായിൽ നിന്നും അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. പാസ്റ്റർ ഫിന്നിയോട് ബഹുമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. കാരണം ആ പെൺകുട്ടിയെ കണ്ടിട്ട് അവൾ നന്നായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. നല്ല കളർഫുൾ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ സാരി അഴിച്ചിട്ട് ആഭരണങ്ങൾ കൊണ്ട് അണിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി. എന്നാൽ വിളിച്ചു പറയുന്ന കർത്താവ് യേശുവിനെ കുറിച്ചാണ്. ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ലജ്ജയില്ല എന്ന് ഒരു പക്ഷേ പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർക്ക് ഒരു തോന്നൽ വന്നേക്കാം. എന്നാൽ പാസ്റ്റർ ഫിന്നിയോട് അഭിമാനം തോന്നുവാൻ കാരണം ഈ പെൺകുട്ടിയെ ഉത്സാഹിപ്പിക്കുവാൻ, അവിടെ കുറവുകൾ എടുത്ത് പറയാതെ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ കാണാതെ കൊണ്ട് ആ പെൺകുട്ടിയെ ഉത്സാഹിപ്പിക്കുവാൻ, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിനെ ഞങ്ങൾ പൂർണ്ണമായും അഭിനന്ദിക്കുന്നു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് എൻ്റെ സ്വന്തം ചേച്ചിയാണ്. അനേകം പാസ്റ്റർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പരസ്യയോഗങ്ങൾ സുവിശേഷം വിളിച്ചു പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന്. എന്നാൽ പരസ്യയോഗങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നതാണ് ദൈവം എൻ്റെ ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ്. മൈക്ക് എപ്പം കയ്യിൽ കിട്ടിയാലും നിത്യജീവൻ നമ്മൾ ഉറപ്പാക്കണമെന്നുള്ളത് പറയാതെ കൊണ്ട് ആ മൈക്ക് എൻ്റെ ചേച്ചി ഹാൻഡ് ഓവർ ചെയ്യാറില്ല. ഞങ്ങളുടെ പപ്പായുടെ അടക്കത്തിന് എൻ്റെ ചേച്ചി സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ഭൗമിക കാര്യങ്ങൾ മാത്രമല്ല, ചില ആത്മീയ കാര്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്ന് കമ്പിവാചകത്തിൽ പറഞ്ഞു നിർത്തിക്കൊള്ളാം. ഈ പ്രിയ ഭവനം ഞങ്ങൾ പെൺകുഞ്ഞുങ്ങളാണ് സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ 2009 നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഒരു ട്രെയിനിങ് അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ സുവിശേഷം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ എൻ്റെ പപ്പായോടൊപ്പം ഇവിടെ മാത്രമല്ല, ഭവനത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ദേശത്ത് പലയിടങ്ങളിലും പോയി സ്റ്റേജുകളിൽ, പ്ലാറ്റ്ഫോമുകൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെയ്ഡ് സ്റ്റേജുകളല്ല, പിന്നെയോ കവലകളും കോണുകളും കടത്തിണ്ണകളും നിന്നുകൊണ്ട് യേശു ക്രിസ്തു മാറ്റമില്ലാത്ത ദൈവമെന്ന് എൻ്റെ പ്രിയ പിതാവിനോട് ചേർന്ന് പറയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അനേക മരണ ഭവനങ്ങളിൽ, വേർപാടിൻ്റെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതം, മനുഷ്യ ജീവിതം അത് അവസാനമല്ല, മരണത്തിനപ്പുറമായ നിത്യതയുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഞാൻ പറയുന്നു, എൻ്റെ പിതാവിനോട് ചേർന്നുകൊണ്ട് മരണത്തിനപ്പുറമായ ഒരു നിത്യതയുണ്ട്. ഓഫ്ലൈനിലും ഓൺലൈനിലും ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് തീർന്നു പോകുന്നതല്ല മനുഷ്യ ജീവിതം, അതിനപ്പുറമായ നിത്യത സകലർക്കുമായി ദൈവം വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ പോകുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. മരിച്ചതിന് ശേഷം ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ആ നിത്യതയെ പ്രാപിപ്പാൻ കഴിയുകയില്ല. ജീവനോടിരിക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളുക,
നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കുമെന്ന്. ഓരോ ക്രിസ്ത്യാനിയുടെ ഉള്ളിലും ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ വിളിച്ചു പറയണം, എവിടെ വിളിച്ചു പറയണം, എപ്പോൾ പറയണം, എവിടെ വേദി ഒരുക്കണം എന്നൊക്കെയുള്ളത് നമ്മുടെ മാത്രം കർത്തവ്യമാണ്. ആരെ കണ്ടാലും സുവിശേഷം പറഞ്ഞോണം, നിർബന്ധിക്കണ്ട, പക്ഷെ പറഞ്ഞു കൊടുക്കണം. ഇത് സന്തോഷമാണ്, രക്ഷയാ, ഞങ്ങൾ അനുഭവിക്കുക. അത് പറഞ്ഞു, അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്വാതന്ത്ര്യമുണ്ടല്ലോ. പറയണം യേശു രക്ഷിക്കും. ഞാൻ എവിടെ ചെന്നാലും പറയും യേശു രക്ഷിതാവാ, യേശു രക്ഷിക്കും, മതി. സ്തോത്രം. തീരുമാനമെടുക്കുന്ന അവനവനാ, പറയേണ്ട കടമ നമ്മുടേതാ. സുവിശേഷം എല്ലാവരും കേൾക്കണം. ഇതൊരു സഭക്കാരുടെയോ മതക്കാരുടെയോ ഒരു സംഘടനയുടെയോ ഒരു കുടുംബത്തിന്റെ കുത്തകയല്ല. സുവിശേഷം സകലർക്കും വേണ്ടിയുള്ളതാ. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. സുവിശേഷം എല്ലായിടത്തും അറിയിക്കണം. അങ്ങനെയൊക്കെ അറിയിക്കുമ്പോൾ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും, ചിലർക്ക് ഇഷ്ടമല്ല. ആരെയും നിർബന്ധിക്കരുത്, സമ്മർദ്ദം ഒന്നും ചെലുത്തരുത്. നമ്മൾ അങ്ങനെ നിർബന്ധിക്കുന്നുമില്ലല്ലോ. ഞാനാന്ന് ഞങ്ങളുടെ സഭയിൽ പറയും പൊക്കോളാനാ പറയാനെ, ചുമ്മാ ഇവിടെ ഇരുന്ന് മെനക്കെടരുത്, പോ. അങ്ങനെ ഞാൻ കർത്താവ് അങ്ങനെ പറഞ്ഞ് പോ, നിങ്ങൾ എന്നാ പോകാതെ പമ്മി ഇവിടെ ചെല്ലു പറഞ്ഞ് നമ്മൾ മതം മാറ്റുക. അങ്ങനൊന്നും ഒരു സംഭവമില്ല. അത് അവനവനാ തീരുമാനിക്കണ്ടേ. കഴിഞ്ഞ ദിവസം ഹോളണ്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളും സധൈര്യം യേശുവിനെ കുറിച്ച്, യേശുവിന്റെ സുവിശേഷം വിളിച്ചു പറയുകയാണ്. തുറന്ന സ്ഥലത്ത് പരസ്യമായി മൈക്ക് വെച്ച് വിളിച്ചു പറയുന്നത്, ലോകം ജഡം സാത്താനെ ജയിച്ച് ചെറുപ്പക്കാരായവർ സകല അധാർമ്മികതകളും വിട്ട് പുറത്തു വരണമെന്നും കർത്താവ് യേശുവിനെ പിൻപറ്റണമെന്നും സധൈര്യം വിളിച്ചു പറയുന്ന ഒരു പെൺകുട്ടി. It's time to come back to God while we are still alive. Jesus Christ is the Lord, He is the God and Savior of the whole world. Jesus Christ, everything was made by Him, created by Him. Jesus Christ is not a creation, but He is the one who created everything. അതെ, അന്ത്യകാലത്ത് ദൈവത്തിന്റെ കയ്യിൽ അമൂല്യ സമ്പത്താണ് സ്ത്രീകൾ എന്നുള്ളത് പറയുവാൻ ഒരു കാര്യമുണ്ട്. സുവിശേഷം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു ആൺതരികളെ പോലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഉയർപ്പിന്റെ സന്ദേശം ഒന്ന് കൈമാറുവാൻ. യേശുവിന്റെ കൂടെ നടന്ന് യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ട്, അവന്റെ പ്രവൃത്തികൾ കണ്ട്, അവന്റെ വായിൽ നിന്ന് കേട്ടവർ, ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, അനുഭവിച്ചു എന്ന് പറയുന്ന പുരുഷന്മാരായ ശിഷ്യന്മാരെ കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്നു ഒരു സ്ത്രീ. ഈ സ്ത്രീക്ക് ഇരുട്ടിനെ ഭയമില്ല, കല്ലറയെ ഭയമില്ല, പടയാളികളെ ഭയമില്ല, റോമൻ മുദ്രയെ ഭയമില്ല, റോമൻ പട്ടാളത്തെ ഭയമില്ല, റോമൻ നിയമങ്ങളെ ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു സ്ത്രീ. അവൾക്ക് വേണ്ടത് കർത്താവ് യേശുവിനെ മാത്രമാണ്. മരിച്ച യേശു ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവനെ ഒന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ദൈവം പിന്നൊന്നും മടിച്ചില്ല, ഒന്നും ഓർത്തില്ല. അവരുടെ കയ്യിൽ ആ ഉയർപ്പിന്റെ സുവിശേഷം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറയുക. ആ സഹോദരന്മാർ എവിടെ ഇരിക്കുന്നു? വാതിലടച്ച് ഭയന്ന് മുറിക്കുള്ളിലിരിക്കുന്ന സഹോദരന്മാരോട് ചെന്ന് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആ ഉയർപ്പിന്റെ സുവിശേഷം ആദ്യം പങ്കിട്ടത് സ്ത്രീയാണെന്നുള്ളത് നിശ്ചയമായിട്ടും പ്രശംസനീയമാണ്. അത് ഈ അന്ത്യകാലത്തും ഉയർപ്പിന്റെ സുവിശേഷം ദൈവം സ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സധൈര്യം, ആരെയും ഭയപ്പെടാതെ, ഒന്നിനെയും ഭയപ്പെടാതെ. പാസ്റ്റർ ഫിന്നി പറയുന്നതനുസരിച്ച് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഓരോ എതിർപ്പുകളും സുവിശേഷ വിരോധികളായവർ ചെയ്തു കൂട്ടുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടും സധൈര്യം യേശുവിനെ വിളിച്ചു പറയുവാൻ സ്ത്രീകൾ ഒരുമ്പിടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു ഉയർപ്പിന്റെ ശക്തിയാണ്, ഉയർപ്പിന്റെ സന്ദേശമാണ് അവർ കൊണ്ട് നടക്കുന്നെന്നുള്ളത് നിസ്സംശയം ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ജമീമ എന്ന പെൺകുട്ടിയും ഒറ്റ ദിവസം കൊണ്ട്, ഒരു വചനം കൊണ്ട് മുഴുവൻ ഭാരതത്തെയും യേശുവിന്റെ നാമം കൊണ്ട് നിറച്ചു. ഇതുപോലെ അനേകം സ്ത്രീകളെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതെ, ദൈവത്തിന്റെ കയ്യിൽ അന്ത്യകാലത്തിലെ അമൂല്യ സമ്പത്താണ് സ്ത്രീകൾ എന്നുള്ളത് പറയാതെ വയ്യ. ഒരു സുവിശേഷ ആത്മാവ് ഇന്ത്യയിൽ നിറയുകയാണ്. ഇന്ത്യയിൽ ഒത്തിരി ചെറുപ്പക്കാർ ഈ പെൺകുട്ടിയെ പോലെ, നമ്മുടെ ആ കൊച്ചു സഹോദരിയെ പോലെ ഒത്തിരി ചെറുപ്പക്കാർ, ജമീമ റോഡ്രിഗസിനെ ഒക്കെ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ജമീമയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് ആവേശമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഒത്തിരി പേർ പരസ്യമായിട്ട് യേശുവിനെ സാക്ഷിക്കുവാൻ പുറത്തേക്ക് വന്നിരിക്കുന്നു. आज सबको मैं एक खुशी की बात बताना चाहती हूँ.